വോൾട്ടേജ് സ്റ്റെബിലൈസേഴ്സും യു പി എസിൻ്റെയും കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. ഫസ്റ്റ്, വാട്ട് ഈസ് ദ മിനിമം പെർമിസിബിൾ സിംഗിൾ ഫേസ് വർക്കിംഗ് വോൾട്ടേജ് ഇഫ് ദ ഡിക്ലെയർഡ് വോൾട്ടേജ് ഇസ് 240 വോൾട്ട് ആസ് പെർ ISI. ഇപ്പോൾ ഒരു 240 വോൾട്ടേജ്, അതായത് നമ്മൾ സാധാരണ സിംഗിൾ ഫേസ് വോൾട്ടേജ്, അതിലെ ഏറ്റവും മിനിമം പെർമിസിബിൾ വോൾട്ടേജ് എത്രയാണ്? -12 വരെ പോവാം. എന്ന് വെച്ചാൽ 240 -12 228 വോൾട്ടേജ് ആണ് നമ്മുടെ മിനിമം പെർമിസിബിൾ വോൾട്ടേജ്. ISI ഓർഡർ പ്രകാരം അതിലും കുറഞ്ഞ വോൾട്ടേജ് പാടില്ല. ദെൻ വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് അബ്രിവേഷൻ UPS? അറിയായിരിക്കും, അൺഇൻറ്ററപ്റ്റഡ് പവർ സപ്ലൈ. ഈ UPS തന്നെ 2 ടൈപ്പ് ഉണ്ട്, മെയിനായിട്ട് അത് നോക്കാം, ഓൺലൈനും ഓഫ്ലൈനും. അപ്പം ഈ ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജസ് ഓഫ് ഓൺലൈൻ UPS ഓവർ ഓഫ്ലൈൻ UPS? അപ്പോൾ ഓൺലൈൻ UPSൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി, ഫ്രീ ഫ്രം ചേഞ്ച് ഓവർ ആൻഡ് ട്രാൻസിഷൻ പ്രോബ്ലംസ്. അപ്പം UPS വർക്ക് ചെയ്യുമ്പോൾ, അപ്പോൾ ഓഫ്ലൈൻ UPS ആകുമ്പോൾ ചെറിയൊരു ട്രാൻസിഷൻ ഉണ്ടാവും. അപ്പോൾ മെയിൻ AC ഓഫ് ചെയ്താണെങ്കിലും ഒരു ചെറിയൊരു ട്രാൻസിഷൻ ഉണ്ടാകും, നമുക്കൊരു ഫീൽ ചെയ്യാം. പക്ഷേ ഓൺലൈൻ UPS ആണെങ്കിൽ അത് പവർ സപ്ലൈ AC പവർ സപ്ലൈ ഫെയിലായി നമ്മൾ അറിയത്ത് പോലുമില്ല. സ്മൂത്ത് ട്രാൻസിഷൻ ആയിരിക്കും. മാത്രമല്ല ഓൺലൈൻ UPS ജനറേറ്റ് ചെയ്യുന്ന വേവ് അത് പ്യുവർ സൈൻ വേവ് ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു ട്രാൻസിഷൻ ഉണ്ടാവില്ല, സ്മൂത്തായിട്ട് തന്നെ AC UPSൻ്റെ മോഡിലേക്ക് പോയിക്കോളും. ദെൻ നെക്സ്റ്റ്, വാട്ട് ഈസ് ദ എഫക്റ്റ് ഇൻ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് എ ഡിസ്ചാർജ്ഡ് സെല്ല്? അത് ഡിസ്ചാർജ്ഡ് കണ്ടീഷനിലാകുമ്പോൾ, ബാറ്ററി ഡിസ്ചാർജ്ഡ് ആകുമ്പോൾ അതിലെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കൂടുകയാണ് ചെയ്യുക. ചാർജ് ചെയ്യുമ്പോൾ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കുറയും. അപ്പോൾ വിച്ച് ട്രാൻസ്ഫോമർ ഈസ് യൂസ്ഡ് ഇൻ സെർവോ വോൾട്ടേജ് സ്റ്റെബിലൈസർ? അപ്പോൾ വോൾട്ടേജ് സ്റ്റെബിലൈസർ എന്ന് പറഞ്ഞാണെങ്കിൽ ഒരു കോൺസ്റ്റൻറ്റ് ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് വോൾട്ടേജ് സ്റ്റെബിലൈസർ. അപ്പോൾ അതിൽ ടൈപ്പ് സ്റ്റെപ്ഡ് വോൾട്ടേജ് സ്റ്റെബിലൈസേഴ്സ് ഉണ്ട്. അപ്പോൾ സ്റ്റെപ്ഡ് തന്നെ മാനുവലും ഉണ്ട്, ഓട്ടോമാറ്റിക്കും ഉണ്ട്. ഇപ്പോൾ മാനുവൽ സ്റ്റെപ്ഡ് വോൾട്ടോ സ്റ്റെബിലൈസർ ആണെങ്കിൽ അതിൽ ഓട്ടോ ട്രാൻസ്ഫോമേഴ്സ് യൂസ് ചെയ്യും. എന്നിട്ട് അവിടെ ഒരു മാനുവലി ഓപ്പറേറ്റ് ചെയ്യുന്ന സ്വിച്ചസ് ഉണ്ടാവും, അതാണ് ആ വോൾട്ടേജ് കൺട്രോൾ ചെയ്യുന്നത്. ഇനി ഓട്ടോമാറ്റിക് റിലേ ആണെങ്കിൽ അത് റിലേ ടൈപ്പ് മെക്കാനിസം യൂസ് ചെയ്തിട്ടാണ് വോൾട്ടേജ് സ്റ്റെബിലൈസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് സ്റ്റെപ്ഡ് വോൾട്ടേജ്. വാട്ട് ഈസ് ദ ടൈപ്പ് ഓഫ് AC വോൾട്ടേജ് സ്റ്റെബിലൈസർ? അപ്പോൾ ഈ തന്നിരിക്കുന്നത് ഒരു മാനുവൽ സ്റ്റെപ്ഡ് വോൾട്ടേജ് സ്റ്റെബിലൈസറാണ്. ഒരു ഓട്ടോ ട്രാൻസ്ഫോമേഴ്സ് ഉണ്ട്, പിന്നെ മാനുവൽ സ്വിച്ചസ് ഉള്ളതുകൊണ്ടാണ് അതൊരു മാനുവൽ സ്റ്റെപ്ഡ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. സ്റ്റെപ്ഡ് വോൾട്ടേജ് സ്റ്റെബിലൈസേഴ്സ് യൂസ് ചെയ്യുന്നത് റെഫ്രിജറേറ്റേഴ്സും എയർ കണ്ടീഷണർ TV VCRലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. സെർവോ വോൾട്ടേജ് സ്റ്റെബിലൈസറിൽ ഒരു ടൊറോയിഡൽ ഓട്ടോ ട്രാൻസ്ഫോമറും ഒരു സെർവോ മോട്ടറും ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ടിലും ഇൻപുട്ടിലെയും വോൾട്ടേജ് തമ്മിൽ കമ്പയർ ചെയ്യും. എന്നിട്ട് വോൾട്ടേജ് കുറയുമ്പോഴും വോൾട്ടേജ് കൂടുമ്പോഴും ഇതിലെ സെർവോ മോട്ടർ ഓരോ ഡയറക്ഷനിലേക്ക് റൊട്ടേറ്റ് ചെയ്തിട്ട് വോൾട്ടേജ് കോൺസ്റ്റൻറ്റ് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ടൊറോയിഡൽ ട്രാൻസ്ഫോമേഴ്സ് ആയതുകൊണ്ട് തന്നെ എൻ്റെ എഫിഷ്യൻസി കൂടുതലാണ് ട്രാൻസ്ഫോമേഴ്സ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, സെർവോ വോൾട്ടേജ് സ്റ്റെബിലൈസറിൽ യൂസ് ചെയ്യുന്നത് ഏത് ട്രാൻസ്ഫോമറാണ്? ടൊറോയിഡൽ ട്രാൻസ്ഫോമേഴ്സ് ആണ്. സ്റ്റെബിലൈസറിൽ ലാസ്റ്റ് വരുന്ന ക്ലാസിഫിക്കേഷനാണ് കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ട്രാൻസ്ഫോമർ. ഇപ്പോൾ ഇതിൽ വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആക്കി വയ്ക്കുന്നത് ഒരു ഫെറോ റെസണൻറ്റ് പ്രിൻസിപ്പിളാണ്. അതായത് ഇപ്പോൾ സാധാരണ ട്രാൻസ്ഫോമറിൽ പ്രൈമറിയും സെക്കൻഡറി കോയിൽസും കുറച്ചും കൂടി ക്ലോസ്ലി കപ്പിൾഡ് ആയിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു ചേഞ്ച് പ്രൈമറി കോയിൽസിൽ പ്രൈമറി വോൾട്ടേജിൽ ഉണ്ടാകുന്ന ചേഞ്ച് അത് സെക്കൻഡറിയിലും അത് പ്രതിഫലിക്കും, സെക്കൻഡറിയിലും അത് റിഫ്ലക്റ്റ് ചെയ്യും. എന്നാൽ ഈ ഫെറോ റെസണൻറ്റ് ടൈപ്പ് ട്രാൻസ്ഫോമേഴ്സിൽ പ്രൈമറിയും സെക്കൻഡറിയും സെപ്പറേറ്റ് സെക്ഷൻസിലായിട്ട് തന്നെയായിരിക്കും വൈൻഡ് ചെയ്ത് വെക്കേണ്ടവ. അതുകൊണ്ട് തന്നെ പ്രൈമറിയിലെ വോൾട്ടേജിൽ എന്ത് ചേഞ്ചസ് ഉണ്ടായാലും സെക്കൻഡറി വോൾട്ടേജ് പ്രൈമറി ആയിട്ട് ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ കോൺസ്റ്റൻ്റ് ഔട്ട്പുട്ട് സെക്കൻഡറിയിൽ കിട്ടും. സ്റ്റെബിലൈസേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് ഇസ് യൂസ്ഡ് ഫോർ ഓട്ടോമാറ്റിക് വോൾട്ടേജ് സ്റ്റെബിലൈസർ? ഇതിൽ വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്കാണ് ഓട്ടോമാറ്റിക് വോൾട്ടേജ് സ്റ്റെബിലൈസറിൽ യൂസ് ചെയ്യുന്നത്. തന്നെ വേറെ രീതിയിൽ തിരിച്ച് ചോദിച്ചിട്ടുണ്ട്, വിച്ച് ഇലക്ട്രോണിക് സർക്യൂട്ട് ഈസ് യൂസ്ഡ് ഇൻ എ ഓട്ടോമാറ്റിക് വോൾട്ടേജ് സ്റ്റെബിലൈസർ ടു പ്രൊഡ്യൂസ് കോൺസ്റ്റൻറ്റ് ഔട്ട്പുട്ട് വോൾട്ടേജ്? അപ്പോൾ ഓട്ടോമാറ്റിക് വോൾട്ടേജ് സ്റ്റെബിലൈസറിൽ ഫീഡ്ബാക്ക് സർക്യൂട്ട് ആണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, വിച്ച് ഇൻസ്ട്രുമെൻറ്റ് ഈസ് യൂസ് ടു ചെക്ക് ഷോർട്ട് സർക്യൂട്ട് ഫോൾട്ട് ഇൻ ഇലക്ട്രോണിക് സർക്യൂട്ട് ഇൻ വോൾട്ടേജ് സ്റ്റെബിലൈസർ? മൾട്ടിമീറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് സ്റ്റെബിലൈസേഴ്സിൻ്റെ ഷോർട്ടഡ് ആണോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്മളിത് ഓൾറെഡി ഡിസ്കസ് ചെയ്തു. Which is the application of automatic stepped voltage stabilizer? TV receivers